നീറ്റ് പരീക്ഷ 25 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന് ലക്ഷങ്ങൾക്കാണ് ചോദ്യപേപ്പർ വിറ്റത് എന്ന കാര്യങ്ങളെല്ലാം പുറത്തു വന്നിട്ട് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് എത്ര പേരിലേക്ക് എത്തി, അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ കേന്ദ്ര ഈ പരീക്ഷ നടത്തുന്ന ഈ ഏജൻസി തന്നേ പറ്റുള്ളൂ. എന്നിട്ട് വേണം 23 ലക്ഷം പേർ എഴുതിയ പരീക്ഷ, ഈ സുപ്രധാന പരീക്ഷ രാജ്യത്തെ റദ്ദാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും സുപ്രീം കോടതിയിൽ ഹാജരാക്കാനാണ് സുപ്രീം കോടതി ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ 25 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതിനെ പറ്റി നമ്മുടെ ഒരു ചാനലിലും, ഒരു മലയാളം ചാനലിലും ഒരു അന്തിച്ചർച്ചയില്ലല്ലോ. PSCക്ക് പുതിയ അംഗത്തെ നിയമിക്കാൻ കോഴ വാങ്ങി കോഴിക്കോട്ടെ കഥ വലിയ ചർച്ചയാക്കുകയാണ്. ആവട്ടെ, ചർച്ച നടക്കട്ടെ. അങ്ങനെ കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയതാര്, കൊടുത്തതാര് എന്നൊക്കെ പറഞ്ഞിപ്പോൾ ചർച്ച നടക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ചോദിക്കട്ടെ, പ്രൈം ന്യൂസ് ചെയ്യട്ടെ, ഇപ്പം ഈ നീറ്റ് പരീക്ഷയുടെ ഇത്രയും വലിയ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ച, ലക്ഷങ്ങളുടെ കച്ചവടം നടന്ന ഈ ചോദ്യപേപ്പർ ചോർച്ച ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യും? ഇനി പോട്ടെ, സങ്കല്പിക്കുക PSC പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പർ ചോർന്നിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം എന്ത് കോലാഹലമായിരുന്നു, വെടിക്കെട്ട് ചർച്ച നടക്കുമായിരുന്നു. കാരണം പിണറായി വിജയനെ, മുഖ്യമന്ത്രിയെ പിടിക്കാൻ പറ്റിയ ഒരു ആയുധം നോക്കി നടക്കുക. ഇപ്പം നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് നമ്മുടെ ചാനലുകൾക്ക് ഒരു ചർച്ചയല്ല, ഒരു വിഷയമേ അല്ല. ഇത്രയും രാജ്യത്തെ വിദ്യാർത്ഥികളെ ഇത്രയും ബാധിച്ച ഒരു വിഷയത്തെ പറ്റി ചർച്ചയില്ല. പകരം PSCയുടെ ഒരു ചോദ്യപേപ്പർ ചോർന്നിരുന്നെങ്കിൽ ഇപ്പം എന്തായാലും ഇവിടെ വെടിക്കെട്ട്, കോലാഹലം, ചാനൽ അന്തിച്ചർച്ചകൾ, കോട്ടിട്ട ജഡ്ജിമാർ വന്നിരിക്കുന്നു, മാധ്യമ നിരീക്ഷകർ, മറ്റ് നിഷ്പക്ഷ നിരീക്ഷകർ, കുഷ്പക്ഷ നിരീക്ഷകർ ഒക്കെ വന്നിരുന്നിട്ട് എന്ത് ബഹളം നടക്കുമായിരുന്നു ആലോചിച്ചു. ഒരു PSC അംഗത്തെ നിയമിക്കാൻ കോഴ കൊടുത്തു എന്നുള്ളത് തന്നെ ഇവിടെ വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങള് നമ്മുടെ ചാനലുകൾ, മാധ്യമങ്ങൾ വാർത്തയാക്കാത്തത്? ഇതാണോ മാധ്യമ പ്രവർത്തനം? ഈ മാപ്രകൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ ഓരോരോ കേസ്. PSCയെ പറ്റി ഇതുവരെ ഗുരുതരമായ ഒരു ആരോപണങ്ങളും ഉണ്ടായിട്ടില്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷനാണ് കേരളത്തിലെ PSC എന്ന് പറയുന്നത്, പബ്ലിക് സർവീസ് കമ്മീഷൻ. അവിടെ നിയമനം എന്ന് പറഞ്ഞിട്ട് ആരോ പൈസ ചോദിച്ച് ആരോ കൊടുത്തു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങളിൽ നിൽക്കാതെ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വരണം. പിന്നെ ഇതിനകത്ത് ഞങ്ങളൊരു നിലപാട് പറയാം. അപ്പം 21ഓളം അംഗങ്ങൾ, PSC അംഗങ്ങളുണ്ട്. ഇത്രയും വലിയൊരു സംവിധാനം പ്രവർത്തിക്കാൻ ഇപ്പം ഡിജിറ്റലായിട്ടും സാങ്കേതികമായിട്ടും ഒത്തിരി കാര്യങ്ങൾ വന്ന സ്ഥിതിക്ക് ഇത്രയും അംഗങ്ങൾ ഇതിന് വേണോ എന്ന് ഗവൺമെൻറ് ചിന്തിക്കണം. രാഷ്ട്രീയ നിയമനം വേണോ എന്ന് ചിന്തിക്കണം. PSC പരീക്ഷ നടത്താൻ, അല്ലെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ, ഇന്റർവ്യൂ നടത്താൻ 21 അല്ലെ 25 എത്ര ആയിക്കോട്ടെ, ഇത്രയും അംഗങ്ങളുള്ളൊരു PSC സംവിധാനം വേണോ? ഇതിന്റെ ചെലവ് കുറയ്ക്കാൻ പറ്റുമോ? ഇതൊരു വെള്ളാനയാണോ? രാഷ്ട്രീയ നിയമനം ശരിയാണോ? രാഷ്ട്രീയക്കാരല്ലാത്തവരെ, വിദഗ്ധരെ നിയമിക്കേണ്ട കാലം വന്നില്ലേ? അത് മറ്റൊരു വശമാണ്. നമ്മുടെ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ സ്ഥാപനങ്ങളെ നവീകരിക്കണം. അത് PSC ആയാലും, സെക്രട്ടേറിയറ്റ് ആയാലും, നിയമസഭയായാലും, ഏത് ഭരണഘടനാ സ്ഥാപനമായാലും, ഏത് ഗവൺമെന്റ് ഓഫീസായാലും കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറിയേ പറ്റുള്ളൂ. ആ PSCയിലൊരു നവീകരണം ആവശ്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇപ്പൊ ഈ ഒരു അഴിമതി അല്ലല്ല, PSC അംഗമാക്കാൻ കോഴ കൊടുത്തു എന്നുള്ളത് വെച്ചിട്ട് ഞങ്ങൾ പറയുകയില്ല. PSC കാലോചിതമായിട്ട് പരിഷ്കരിക്കേണ്ടുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അവിടെ രാഷ്ട്രീയ നിയമനം വേണോ വേണ്ടോ എന്ന് സർക്കാർ തീരുമാനിക്കണം, ഗവൺമെന്റ് തീരുമാനിക്കണം. അവിടെ വിദഗ്ധരെ നിയമിക്കണം. അതിനൊരു സംവിധാനം വേണം. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടണം. തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, സംശയമില്ല. സർക്കാർ ഒഴിവുകളിൽ കൃത്യമായിട്ട് പരീക്ഷ നടത്തി ചെറുപ്പക്കാർക്ക് അവിടെ ജോലി കിട്ടണം, യുവാക്കൾക്ക്. ആ ഒരു സംവിധാനം നമ്മൾ ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പൊ ഇത്തരം ചർച്ചകൾ ആ വഴിക്ക് എന്തുകൊണ്ട് ചാനൽ ചർച്ചയിൽ, അന്തിച്ചർച്ചയിൽ അത് ആ വഴിക്ക് പോകുന്നില്ല? PSC എങ്ങനെ നവീകരിക്കണം എന്നൊരു ചർച്ച എന്താ ചാനലുകൾ നടത്താത്തത്? അതിന് വിദഗ്ധരെ കൊണ്ടിരുത്തിയിട്ട് എന്താ ചർച്ച ചെയ്യാത്തത്?
അപ്പൊ അതൊന്നുമല്ല, പിണറായി സർക്കാരിനെതിരെ എന്ത് ഇതുണ്ടാക്കാൻ പറ്റും എന്ന് നോക്കി നടക്കുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്, അതാണ് ഇതിന്റെ പ്രശ്നം. നീറ്റ് പരീക്ഷയെ പറ്റി ചർച്ചയില്ല. PSCയുടെ ചോദ്യപേപ്പർ ചോർന്നെങ്കിൽ ഇപ്പൊ എന്താവുമായിരുന്നു ബഹളം എന്ന് ഞങ്ങൾ ആദ്യം സൂചിപ്പിച്ചത്. ഇതൊക്കെ മാധ്യമങ്ങളായിട്ട് ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ട് നിൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ കുത്തിത്തിരിപ്പും കുന്നായ്മയും മുതലാളിക്ക് വേണ്ടി വാർത്ത ഉണ്ടാക്കലുമല്ല മാധ്യമ പ്രവർത്തനം എന്നുള്ളത് നമ്മൾ ഇനി എന്നാണ് തിരിച്ചറിയുക.